ആനയുടെ അടുത്ത് സൂക്ഷിച്ചു വേണം, അത് നിങ്ങളെ ചവിട്ടിക്കളയും. ഭയപ്പെടണ്ട, ആ ആന കളിപ്പാട്ടം അതിന്റെ വാരി കയറിയത് കൊണ്ടാ കുരച്ചത്. അതെ അതെ, ആന വളരെ ആപത്തുള്ള മൃഗമാണ്. അതിനോട് എന്തെങ്കിലും തെറ്റ് കാണിച്ചെങ്കിൽ മാത്രമേ അത് നമ്മോട് വിരോധം കാണിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് സിന്ധുബാദും അവന്റെ ആത്മസുഹൃത്ത് ഹക്കീമും ബാഗ്ദാദ് തുറമുഖത്ത് വന്നാണ്. ഇത്രയും നാളുകൾക്ക് ശേഷം നാട്ടിലെത്തിയപ്പോ വളരെ സന്തോഷം തോന്നുന്നു അല്ലേ ഹക്കീം? ഇറങ്ങി കിട്ടിയ മതായിരുന്നു. വയറ് നിറച്ചും തിന്നാൻ പോവാ. എനിക്ക് വിശന്നിട്ട് വയ്യ. ദേഷ്യപ്പെടില്ലേ ക്വാക്ക്? തീർച്ചയായും നിനക്ക് ഞാൻ തരും. നമ്മൾ കരയ്ക്ക് അടുക്കാറായി ഹക്കീം. ഞാൻ പോയി എല്ലാം റെഡിയാക്കാം സിന്ധുബാദ്. എന്റെ അമ്മാവന് ഉടനെ തന്നെ ഈ സമ്മാനം കൊണ്ടുപോയി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മതി മറ്റു ജോലികളെല്ലാം. ഒന്ന് വേഗം പോ. അവർക്ക് കൊടുക്കാൻ താമസിച്ചാൽ അവർ എന്നെ കൊന്നുകളയും. വിഷമിക്കാതിരിക്കെ, ഇനിയും കുറച്ച് സമയം കൂടി മതി നമുക്ക് അവിടെ എത്താൻ. ഇത് അവനല്ലോ. അതാരാണ്? ഓ, ഇവനാണോ സിന്ധുബാദ്? ഇത് ഹക്കീം എന്ന് തോന്നുന്നു. ഇതാണോ ക്വാക്ക്? ഇവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും നേരം കാത്തിരുന്നത്? നിങ്ങളാണോ സിന്ധുബാദ്? എന്നെയാണോ നിങ്ങൾ സിൻബാദ് എന്ന് വിളിച്ചത്? അതെ, നിങ്ങളോട് സറായ ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്. സറായയോ? ശരി, സിൻബാദിനോട് എന്ത് കാര്യമാണോ നിങ്ങൾ പറയാൻ വന്നത് അത് എന്നോട് പറഞ്ഞോളൂ. അതായത് സിൻബാദിനോട് പറയാൻ വന്നത്. അവൾ ആനദ്വീപിലേക്ക് പോയിരിക്കുക. അവളുടെ കൈവശം ഒരു മാപ്പ് ഉണ്ടത്രേ. എന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്ന് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? പറഞ്ഞിട്ടുണ്ട്. ആ ദ്വീപിലുള്ള ആനകള് 100 വർഷം എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പോയതാണെന്ന്. ആനകളുടെ ദ്വീപോ? എങ്ങനെയാ അവിടേക്ക് പോകുന്നത്? നിങ്ങൾ വിഷമിക്കണ്ട, എന്റെ കയ്യിൽ ആനദ്വീപിന്റെ പടമുണ്ട്. പക്ഷെ ഇതെല്ലാം തലകീഴാണല്ലോ കാണുന്നത്. ഒരു നിമിഷം നിക്ക്. ഇപ്പൊ നോക്ക്, നിങ്ങളുടെ കയ്യിൽ പതിഞ്ഞിട്ടുണ്ട്. ആനകളുടെ ദ്വീപിലേക്ക് പോകാനുള്ള ഭൂപടമാണല്ലേ ഇത്? വളരെ നന്ദി സിൻബാദ്, നിങ്ങൾ ചെയ്ത ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. അയ്യോ, ഈ സമ്മാനം മാമന് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ കൊണ്ടുപോയി കൊടുത്തേക്കാം. ഞാൻ എങ്ങനെയാ നാട്ടിലേക്ക് പോവാ? എങ്ങനെയെങ്കിലും പോ, ഞാനെന്ത് വേണം? നമ്മൾ എങ്ങനെയാ വന്നോ സിന്ധുബാദ്? നാടെന്ന് പറഞ്ഞ നാട് തന്നെയല്ലേ? സിന്ധുബാദ് എന്നാണല്ലോ പറഞ്ഞത് ഈ പയ്യൻ. വാ ഹക്കീം, നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും പോയി കഴിക്കാം. ഒന്ന് നിന്നെ അവിടെ. നിങ്ങളാണോ സിന്ധുബാദ്? ഇതാണോ ഹക്കീം? ഇത് ക്വാക്കാണോ? ദേഷ്യപ്പെടണ്ട ക്വാക്ക്, നിങ്ങൾ ഞങ്ങളെ അന്വേഷിച്ചു വന്നതാണോ? അതെ, സിന്ധുബാദ് എന്നൊരാളെ അന്വേഷിച്ചു വന്നതാ. ഞാനാ സിൻബാദ്. ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത്? ഞാൻ അറിയാതെ അവനോടൊരു വാർത്ത പറഞ്ഞു പോയല്ലോ. എന്ത് വാർത്ത? സറായ നിങ്ങൾക്ക് വേണ്ടി ഒരു വാർത്ത അയച്ചിട്ടുണ്ട്. അവൾ ആനദ്വീപിലേക്ക് പോയെന്നോ? ആ ദ്വീപിലെ കാവൽക്കാരൻ ഒരു വലിയ മൃഗമാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അത് സത്യമാണ് ഹക്കീം. നമ്മൾ പെട്ടെന്ന് അവിടെ ചെന്ന് സിറായെ സഹായിക്കണം കേട്ടോ. ഈ മാപ്പ് വെച്ച് നിങ്ങൾക്ക് അവിടെ പോയി ചേരാം. വളരെ നന്ദി. അവിടെ എത്തുന്നത് വരെ ഇത് മായാതെ നോക്കണം. ബോട്ട് ശരിയാക്കി ഹക്കീം, നമ്മൾ ആനദ്വീപിലേക്ക് ഉടനെ തന്നെ പുറപ്പെടണം. ആ വയസ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ച് രേഷകാൾ അവന്റെ അമ്മാവന്റെ പക്കൽ ഈ വിവരങ്ങളെല്ലാം അറിയിക്കുവാൻ പോയി. അയാളോട് ഈ രഹസ്യങ്ങളെല്ലാം പറഞ്ഞ് അയാളെയും കൂട്ടി അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അമ്മാവ, ഞാൻ അമ്മാവന് വേണ്ടി ഒരു നല്ല സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. കൊള്ളാം മരുമകനെ, ഈ പൂച്ചയാണോ? അല്ലല്ല, ഞാൻ ഈ പൂച്ചയെ കുറിച്ചല്ല അമ്മാവ പറഞ്ഞത്. ഞാൻ പറയാൻ പോകുന്നത് കേട്ടാൽ അമ്മാവൻ ഒരുപാട് സന്തോഷിക്കും അമ്മാവ. പറയാനുള്ളത് വേഗം പറഞ്ഞിട്ട് പോ, എനിക്ക് ഭക്ഷണം കഴിക്കണം. ആനകളുടെ ദ്വീപിലേക്ക് വഴി കാണിക്കുന്ന ആ രഹസ്യ ഭൂപടം ഞാൻ കണ്ടുപിടിച്ചു അമ്മാവ. ആനകളുടെ ദ്വീപോ? സത്യമാണോ നീ പറയുന്നത്? അതെ അമ്മാവ, ആ വഴി എനിക്കറിയാം. ഈ പുസ്തകമാണ് ഞാൻ അന്വേഷിച്ചത്. ആ ദ്വീപിൽ ആനക്കൊമ്പുണ്ട്. ആ കൊമ്പുള്ളത് കൊണ്ടാണ് ആനകൾ ദീർഘകാലം ജീവനോടെ ഇരിക്കുന്നതെന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതെനിക്ക് കിട്ടിയാൽ എനിക്ക് മരണമുണ്ടാവില്ല, മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ അമ്മാവൻ ഇത് വളരെയധികം ആവശ്യമുള്ള വാർത്തയാണെന്ന്. ചുമ്മാ വായിട്ടടിക്കാതെ അതിങ്ങി താ.
ഞാൻ പോവാ. എന്നെയും കൂടെ കൊണ്ടുപോകണം. കാരണം ആകപ്പാടെയുള്ള ആ ഒരു ഭൂപടം എന്റെ കയ്യിലാ. ആ ദ്വീപിലേക്ക് പോകുമ്പോ റേഷകാരുടെ കൂടെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് അവൻ പറഞ്ഞു. അവന്റെ കയ്യിലായിരുന്നു അതിന്റെ മാപ്പ് ഉണ്ടായിരുന്നത്. അവർ എത്തിച്ചേരുന്നതിന് മുമ്പ് സറായ അവിടെ എത്തിച്ചേർന്നു. ഒരു തരത്തിൽ എത്തിച്ചേർന്നു. ആനകളുള്ള ദ്വീപാണ്, വിശ്വസിക്കാനേ കഴിയുന്നില്ല. അപ്പം നമ്മുടെ വഴി ശരി തന്നെയാണ്. അവര് പറഞ്ഞത് ശരിയാണ്. ഇവിടെ ഒരു വലിയ കടൽ മൃഗമുണ്ടല്ലോ. ഇവന്റെ അടുത്ത് നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? വേറെ ഏതെങ്കിലും വഴിയുണ്ടോന്ന് നോക്കണം. സുരയ്യ, അതാ കടൽമൃഗം. സിന്ധുബ, സുരയ്യയുടെ കപ്പൽ ആ കടൽമൃഗം തകർക്കും. കയറിട് ഹക്കീം. സിറായ, അവിടെ നിന്ന് ചാട്. വേഗം സിൻബാദ്, കരയിലേക്ക് അടുക്കൂ. ഹക്കീം, സിന്ധുബ, രക്ഷിക്ക്. ഹക്കീം, ഇത് പിടിച്ചോ. കയറിട്ട് നിന്നത് നന്ദി സുരയ്യ. നീയും എന്നെ ഒരിക്കൽ രക്ഷിച്ചതല്ലേ, അതുകൊണ്ടാണ്. വേഗം പോകൂ സിൻബാദ്, വേഗം ആവട്ടെ. പറ്റുന്നില്ല, കാറ്റ് കുറവാണ്. വേഗം ചെയ്യ്. ഈ കടൽമൃഗത്തിന്റെ കഴിവുകൊണ്ട് എനിക്ക് ചാവാൻ പറ്റില്ല. സിന്ധുബാദ് ആ കടൽമൃഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കപ്പലിന്റെ വേഗത കൂട്ടി. എന്നാൽ ആ കടൽമൃഗം സിന്ധുബാദിനെയും കപ്പലിനെയും വിഴുങ്ങണമെന്ന ഉദ്ദേശത്തോടുകൂടി അവരെ സമീപിച്ചു. ഇങ്ങനെ പോയാൽ കരയിൽ എത്തിച്ചേരാൻ പറ്റില്ല സിൻബാദ്. നീ ബോട്ട് ഓടിക്ക് സിറായ. എന്താണെങ്കിലും പിടിവിടരുത്. ഞങ്ങളോട് എടുത്ത് ഞങ്ങളെ കൊല്ലാൻ നോക്കുകയാണോ? ഇപ്പൊ കാണിച്ചു തരാം ഞങ്ങൾ ആരാണ്. സിൻബാദ്, വേഗം എന്തെങ്കിലും ചെയ്യൂ. എനിക്ക് ഇത് കൂടുതൽ ഓടിക്കാൻ കഴിയുന്നില്ല. കുറച്ചു നേരം ക്ഷമിക്കേ, ഞാൻ എത്തിക്കോളാം.